ഈ ഒരു ചൂടുള്ള സമയത്ത് വത്തക്ക വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വത്തക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ചെറുതായിട്ട് വട്ടത്തിലുള്ള ഒരു ഭാഗം ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോടൊന്നും കട്ടായി പോവാത്ത വിധത്തിൽ ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് ഒരു റെഡ് കളറിലുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കുരുവും കൂടെ കളയണം കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ഉൾഭാഗം ചെറുതായിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉൾഭാഗത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു തോട് പൊട്ടി പോകരുത്, ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ തോട് ഒരു വെള്ളയും പച്ചയും ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് റെഡ് ഭാഗം മാത്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ നിന്നുള്ള കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം അത്ര ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വത്തക്കയും അത്യാവശ്യം നല്ല മധുരമുള്ള വത്തക്കയാണ് കേട്ടോ. അപ്പം ആ ഒരു വത്തക്കയുടെ മധുരം നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരൽപ്പം ഒരു 1/4 കപ്പിന്റെ അടുത്ത് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ ആകെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്കും അത്യാവശ്യം മധുരം ആയതുകൊണ്ടും പിന്നെ വത്തക്കയും അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് ആണ് കേട്ടോ ഇതിലേക്ക് ഒരു അളവ്. ഇനി ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതാ ഇതുപോലൊരു ടിന്ന്, ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം എടുക്കുക. അതായത് നമ്മുടെ ഈ ഒരു വത്തക്കയുടെ ആ ഒരു തോട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് കൊള്ളാൻ പാകത്തിലുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ ഞാനൊരു ക്ലീൻ റാപ്പ് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിലും അടിയിലൊക്കെ ആയിട്ട് ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മളിതാ വത്തക്കയുടെ തോട് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ റാപ്പ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇതിലേക്ക് നല്ല കറക്റ്റ് തന്നെയാണ്, അളവ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കി എടുക്കണം. അപ്പോൾ ഒരു ഓവർനൈറ്റ് വെക്കാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ രാത്രിയാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ പിറ്റേ ദിവസം എടുക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് ഫ്രീസ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അലുമിനിയം പാത്രം ആയതുകൊണ്ട് തന്നെ ക്ലീൻ റാപ്പ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഇതിൽ നിന്ന് വേറിട്ട് പോരാൻ കുറച്ച് പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാന്നറിയോ, അടിവശം ഒന്ന് നനച്ചു കൊടുക്കുക. കുറച്ച് പച്ചവെള്ളത്തിലൊന്ന് വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് വെച്ച് എടുത്താൽ തന്നെ അടിഭാഗം ഒന്ന് നനച്ചു കൊടുത്താൽ തന്നെ ഇതുപോലെ അങ്ങ് വിട്ടുപോരും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. എത്രയാണോ വലിപ്പം വേണ്ടത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതിനൊരു 4 പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാട്ടർമെലൺ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ശരിക്കും ഇതൊരു ഐസ്ക്രീമിന്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഐസിന്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ വത്തക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ വീട്ടിൽ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.